അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് നൽകിയ അതിശ്രേഷ്ഠമായ വളരെ ബഹുമാനമുള്ള ധാരാളം പ്രതിഫലം നൽകാമെന്ന് ഓഫർ ലഭിച്ച ഒരു ആരാധനാ കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കരിക്കൽ നിർബന്ധമുള്ള ആളുകൾ കൃത്യമായും അതുപോലെ തന്നെ സമയബന്ധിതമായും അത് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെടുത്തുന്നതിലോ ഖളാ ആക്കുന്നതിലോ ഒന്നും യാതൊരു പേടിയും ടെൻഷനും വിഷമവും ഒന്നും ആർക്കുമില്ലാതെയായിപ്പോയി. നിസ്കാരം കാരണം കൂടാതെ ഖളാ ആക്കുന്നതും നിസ്കാരം ഉപേക്ഷിക്കുന്നതുമൊക്കെ വലിയ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല, നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്തിൽ നിന്ന് അവസാന സമയത്തിലേക്ക് മാറ്റിവെക്കുന്നത് പോലും വലിയ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു സ്വലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യ എന്ന് പറഞ്ഞാൽ നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്തിൽ നിന്ന് അവസാന സമയത്തിലേക്ക് പിന്തിപ്പിക്കുന്ന ആളുകൾ അവർക്ക് ഫസൗഫ യൽഖൗന ഗയ്യ എന്ന ഖുർആൻ പറഞ്ഞു വെച്ചത്. നരകത്തിൽ ഒരു ചരു, ഗയ്യ എന്ന് പറയുന്ന ഒരു ചരു അള്ളാഹു പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവർ അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കുന്നത് ഏത് രൂപത്തിലാണെന്നറിയോ? വത്തബഉ ശഹവാത്ത്, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് നമ്മളിങ്ങനെ ഒരു കാരണമില്ലാതെ നിസ്കാരം ഇങ്ങനെ പിന്തിപ്പിക്കാം. അതാണ് സംഭവം നടക്കുന്നതും. നമ്മുടെ ശരീരം നമ്മോട് കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ തോന്നിപ്പിക്കുകയാണ്. അതനുസരിച്ച് കുറച്ചുപാടെ സമയമുണ്ട്, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വാങ്ങി കൊടുക്കുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് സമയത്തേക്ക് ഒതെടുത്ത് വന്നാൽ 2 നിസ്കാരം ഒപ്പം നിസ്കരിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. നാമൊന്ന് ആലോചിക്കേണ്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ നിസ്കാരം ഇങ്ങനെ സമയത്തിൻ്റെ ആദ്യത്തിൽ നിന്ന് അവസാനത്തിലേക്ക് മാറ്റുന്നവർക്ക് പോലും ഭയാനകമായ ശിക്ഷ ലഭിക്കാനുണ്ടെങ്കിൽ കാരണം കൂടാതെ ഖളാ ആക്കുന്ന ആ നിസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ള ശിക്ഷ എന്തായിരിക്കും? നിങ്ങൾ നോക്ക്, ഇന്ന് നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും നിസ്കാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഖളാ ആയതിൻ്റെ പേരിലോ ഒന്നും ഒരു പേടിയും ഒരു ടെൻഷനും ഒരാൾക്കും ഇല്ല. നഷ്ടപ്പെടുത്തിയ മക്കൾക്കുമില്ല, എൻ്റെ മക്കളാണല്ലോ നഷ്ടപ്പെടുത്തിയ ചിന്ത രക്ഷിതാക്കൾക്കും ഇല്ലാതെയായിപ്പോയി. നിസ്കരിക്കണോ, വേണമെങ്കിൽ നിസ്കരിക്കുക, ആരും ചോദ്യം ചെയ്യാനില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പ്രിയമുള്ളവരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ട്രെൻഡ് എന്താണ്? ഇപ്പം 3, 4, 5 ദിവസങ്ങൾ 4000, 5000 മുടക്കി സ്കൂളുകളിൽ നിന്ന് ടൂറ് പോവുകയാണ് മക്കൾ. ടൂറ് പോകുന്നതിനല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഇന്നത്തെ ആ യാത്രകളൊന്നും നമുക്ക് അനുവദിക്കപ്പെടാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. അത് മദ്രസയിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഖളാ ആക്കുന്ന യാത്രകൾ ഒന്നും നമ്മൾ അനുവദിക്കപ്പെടാൻ പറ്റൂല. പ്രത്യേകിച്ച് ഇന്നത്തെ യാത്രകളൊക്കെ ആ രൂപത്തിലേക്ക് മാറിപ്പോയി. നമ്മളെ മക്കൾ ചിലപ്പോൾ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ നിസ്കരിക്കാനായിട്ട് നിസ്കാരക്കുപ്പായ നീളക്കുപ്പായ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം അധ്യാപകരും നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പോകുമ്പോൾ പ്രിയമുള്ള ഉമ്മമാരെ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മക്കൾക്ക് അത് നീളക്കുപ്പായ ഉണ്ടായാൽ മാത്രം നിസ്കരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിസ്കരിക്കാൻ സ്ഥലമുണ്ട് എന്നുള്ളത് നിസ്കരിക്കാൻ പറ്റുമോ? ഈ യാത്രയിൽ ശുദ്ധിയും വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഇതൊക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളും വേണ്ടേ? ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നിട്ടോ നമ്മളെ മക്കൾക്ക് പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ അവരെ ബസ്സിൽ കയറ്റേണ്ടി വിടുകയാണ്. ഇനി 4-5 ദിവസം സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. എന്നിട്ട് നമ്മളിങ്ങനെ ദോർക്കുക, സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട്, പടച്ചോനെ എൻ്റെ കുട്ടി യാത്ര പോയതാണ്, ആ കുട്ടിക്ക് ഒരു പ്രയാസമില്ലാതെ വീട്ടിലേക്ക് എത്തിച്ചു തരണേ പടച്ചോനെ. ഓ, എന്തൊരു ആത്മാർത്ഥതയാണ്! ഈ കുട്ടിക്ക് നിസ്കാരം നടക്കുന്നുണ്ടോ? ഈ കുട്ടിൻ്റെ ആരാധനാകർമ്മങ്ങൾ നടക്കുന്നുണ്ടോ? ഇതിലൊന്നും യാതൊരു ചിന്തയില്ല കേട്ടോ. ഒരു പേടിയില്ല. എൻ്റെ കുട്ടി നിസ്കരിച്ചാലും ശരി, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശരി, എന്ത് കാട്ടിയാലും ശരി, എൻ്റെ കുട്ടി പെരീക്കണ്ട് എത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയല്ലേ പ്രിയമുള്ളവരെ നാം കാണുന്നത്. മാറ്റണം. നമ്മൾ വിശ്വാസികളാണ്. മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിൻ്റെ ചില ചിട്ടവട്ടങ്ങളില്ലേ? നമ്മൾ എല്ലാവരും കാട്ടുന്നത് പോലെ തന്നെ കാട്ടണമെന്നാണ് നിയമം. നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിപ്പോയി. നമ്മുടെ മതത്തിൻ്റെ മൂല്യങ്ങളോ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോ ഉൾക്കൊള്ളാൻ നമുക്ക് സമയമല്ല. എന്നാൽ മറ്റുള്ളവരെ പിന്നാലെ കൂടാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സമയമുണ്ട്. എന്നിട്ടോ നമ്മൾ സ്വർഗത്തിൻ്റെ ആളുകളാന്ന് പറയും ചെയ്യാം. എന്തൊരു വിഡ്ഢിത്തരമാണ് കാണിക്കുന്നത്! നമ്മൾ വിരോധാഭാസമല്ലേ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് നമ്മളെ വീടുകളിൽ നിന്നൊക്കെ പോകുന്ന മക്കൾ
ടൂർ പോകണ്ടെന്നോ യാത്ര പോകണ്ട ഒന്നുമല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷെ അതൊക്കെ അനുവദിക്കപ്പെട്ട രൂപത്തിൽ കുടുംബസമേതമോ അല്ലാതെയോ എങ്ങനെയാണോ ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. അതിന് യാതൊരു തടസ്സം പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ യാത്രകൾ നമുക്ക് ആ രൂപത്തിൽ ആ ഒരു ഗണത്തിൽ പെടുത്താൻ സാധ്യമേ അല്ല എന്നുള്ളതാണ്. നല്ല ശ്രദ്ധിക്കണം നമ്മൾ. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്ന ഒരു പ്രവണതയിലും നമ്മൾ പെട്ടുപോകരുത്. നിസ്കാരം ഖളാ ആക്കുന്നവരിലും പെടരുത്. നിസ്കാരം ആദ്യ സമയത്ത് തൊട്ട് അവസാന സമയത്തിൽ പിന്തിക്കുന്നവരിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ കൃത്യമായ സമയബന്ധിതമായി നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിന്, അള്ളാഹു താല ഇബ്ലീസിന് അള്ളാഹു താല മൽഊനാക്കിയത്, ശപിക്കപ്പെട്ടവനാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ആദരസൂചകമായിട്ട്, ആരാധനയുടെ ഭാഗമല്ല പറഞ്ഞത്, ആദരവിൻ്റെ ഭാഗമായിട്ട് ഒന്ന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവന് ധിക്കാരം കാണിച്ചു. അതിൻ്റെ പേരിൽ അവനെ പുറത്താക്കി. ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഒരു ചെറുപ്പക്കാരൻ ഒരു വഴിയിലൂടെ, മലഞ്ചെരുവിലൂടെ അങ്ങനെ പോവാണ്. ഒറ്റക്കാണ്, ദീർഘയാത്രയാണ് പോകാനുള്ളത്. അപ്പോഴാണ് പിശാച് അവൻ്റെ പിന്നാലെ കൂടുന്നത്. ആ പിശാചിന് മനുഷ്യൻ്റെ രൂപത്തിൽ കൂടി, ഒരു യാത്രക്കാരനെ നിലക്ക് കൂടി, അവനോട് കൂട്ടുകൂടി സൗഹൃദം പങ്കിട്ടു. അവർ നല്ല കൂട്ടുകാരായി. അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നു. സുബഹിയും ദുഹറും അസറും മഗ്‌രിബും ഇശാഇന്റെ സമയമൊക്കെയായി. ഒരു വക്ത നിസ്കാരം ഈ ചെറുപ്പക്കാരൻ നിസ്കരിച്ചിട്ടില്ല. നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കടന്ന് ഈ കൂടെ ആരുണ്ട്? കൂട്ടുകാരനായി വന്ന പിശാചുണ്ട്. ഈ രണ്ടുപേരും കൂടെ, ഈ ശൈത്താനും ഇവര് ഈ കൂട്ടുകാരൻ്റെ കൂടെ വീട്ടിൽ താമസിക്കാന്നുള്ള രൂപത്തിൽ വന്നതാ. അങ്ങനെ ഈ വീട്ടുകാരൻ വന്ന് കിടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കുമ്പോൾ ഈ കൂടെ വന്ന ശൈത്താന് ഓടി രക്ഷപ്പെടുകയാണ്. ഓടുന്ന സമയത്ത് വിളിച്ചു, അല്ല നിങ്ങൾ അങ്ങോട്ടാ പോകുന്നത്, ഇന്നിവിടെ താമസിച്ചൂടെ? അപ്പം ആ ശൈത്താൻ പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ, എനിക്ക് പേടിയാണ്. കാരണം നിന്നെ റബ്ബ് നിന്നോട് കോപിക്കുമ്പോൾ അതിൽ ഞാനും പെട്ടുപോകുമോ എന്ന് എനിക്ക് ബേജാറുണ്ട് എന്ന്. അപ്പൊ പറഞ്ഞെങ്ങനെ കൊടുക്കണമെന്നറിയോ? ആ ശൈത്താൻ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ തെറ്റ് മാത്രമേ റബ്ബിനോട് ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു. അതിൻ്റെ പേരിൽ എന്നെ റബ്ബ് മൽഊനാക്കിയത്. എന്നാൽ നീ ഒരു ദിവസം 5 തവണ ധിക്കാരം കാണിക്കുന്നുണ്ട്. എന്നോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ഞാനത് ചെയ്യാത്ത, ആ ഒരു കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ എന്നെ മൽഊനാക്കിയെങ്കിൽ എന്നോട് ദിവസം 5 നേരം കൽപ്പിക്കപ്പെട്ട നിസ്കാരം നീ നിർവഹിക്കാതിരിക്കല്ലേ? നിന്നെ റബ്ബിന് ധിക്കാരം ചെയ്യല്ലേ? എന്നോട് ആ റബ്ബ് ദേഷ്യം പിടിക്കും. അങ്ങനെ ദേഷ്യം പിടിക്കുമ്പോൾ, കോപിക്കുമ്പോൾ അതിൽ ഞാനും പെട്ടുപോകുമോ എന്നുള്ള പേടി എനിക്കുണ്ട് എന്ന് ഈ ശൈത്താൻ ഇവനോട് പറയാ. ആലോചിച്ച് നോക്ക്. അപ്പം ആ ശൈത്താനേക്കാളും വലിയ തമ്മാടികൾ ആരാ? നമ്മൾ തന്നെയല്ലേ? ജീവിതത്തിൽ ഒറ്റ തവണ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ മൽഊനാക്കിയെങ്കിൽ നമ്മൾ എത്ര നിസ്കാരം നമ്മൾ കളഞ്ഞിട്ടുണ്ട്, എത്ര നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ശൈത്താനേക്കാളും പിശാചിനേക്കാളും വലിയ മൽഊന് നമ്മൾ തന്നെയല്ലേ? ആലോചിക്കണ്ടേ നമ്മൾ? ഓരോ നിസ്കാരങ്ങൾ ഒഴിവാക്കുമ്പോഴും അതിന് വലിയ ശിക്ഷകളും കിട്ടുമെന്നുള്ളതല്ല. അവൻ്റെ ജീവിതം തന്നെ ദുരന്തത്തിലായി തീരൂലേ? സുബഹി നിസ്കാരം ഒരു മനുഷ്യൻ ഒഴിവാക്കിയാലേ അവൻ ഈമാൻ അല്ലാഹു തആല എടുത്തു കളയുമെന്നുള്ളതാണ്. അവൻ്റെ സമ്പത്തിലോ അതുപോലെ തന്നെ അവൻ്റെ ഭക്ഷണത്തിലോ ഒന്നും അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കില്ല എന്നുള്ളതാണ്. എല്ലാം അല്ലാഹു തആല എടുത്തു കളയും സുബഹി നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ. ദുഹർ നിസ്കാരമാണെങ്കിലോ അംബിയാ മുർസലുകൾ അവൻ വെറുക്കും. നമ്മൾ ആരാരും സഹായിക്കാനില്ലാത്തൊരു ഘട്ടത്തിൽ മുത്തനബി തങ്ങളെ നമ്മളെ സംരക്ഷിക്കാൻ വരാനുള്ളത്. ആ മുത്തനബി ഉൾക്കൊള്ളുന്ന അംബിയാ മുർസലുകൾ നമ്മളോട് വെറുപ്പ് കാണിക്കും. നിസ്കാരം ഒഴിവാക്കിയാൽ, ദുഹർ നിസ്കാരം ഒഴിവാക്കിയാൽ, അസ്ർ നിസ്കാരം ഒഴിവാക്കിയാലോ അല്ലാഹുവിൻ്റെ മലായിക്കത്തുകളുടെ വെറുപ്പവും പുച്ഛവും അവർ നമ്മോട് കാണിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അതുപോലെ തന്നെ മഗ്‌രിബ് നിസ്കാരം ഒഴിവാക്കിയാൽ ഖുർആൻ, അള്ളാഹിൻ്റെ കലാമാകുന്ന ഖുർആൻ അവനെ വെറുക്കും. ദാരിദ്ര്യം നമ്മൾക്ക് പിടികൂടും എന്നുള്ളതാണ്. ഇശാ നിസ്കാരം ഒഴിവാക്കിയാലോ, നോക്കൂ നിങ്ങൾ, ആ ഇശാ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അവൻ്റെ ഈമാൻ അല്ലാഹു തആല ഊരിക്കളയും. അവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അനുഗ്രഹത്തിൽപ്പെട്ട വലിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ കൊണ്ട് അല്ലാഹു തആല എടുത്തു കളയും. കാഫിറായി ചത്തുപോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇശാ നിസ്കാരം ഒഴിവാക്കിയാൽ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എത്ര നിസ്കാരങ്ങളാണ് നഷ്ടപ്പെട്ടത്, എത്ര സൽക്കർമ്മങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ നമുക്ക് വല്ല സങ്കടമുണ്ടോ, വല്ല പേടിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി നിർവഹിക്കാൻ, നിസ്കാരാദി കർമ്മങ്ങളൊക്കെ സമയബന്ധിതമായി നിസ്കരിക്കാനും, നമ്മൾ ചെലവ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തമുള്ള ആളുകളെ നിസ്കരിപ്പിക്കാനും നമ്മൾ സജ്ജരാവണം. നമ്മൾ മാത്രം നിസ്കരിക്കുക,
മറ്റുള്ളവരൊന്നും നിസ്കരിക്കണ്ട എന്നുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവരാവണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.